ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാരാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്നിവിടെ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കണം. ഒരു സ്മോക്കി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1 സ്പൂൺ ചെറിയ ജീരകവും 2 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഒരു 5 ഉണക്കമുളകും 1 ടീസ്പൂൺ കുരുമുളകും ഒരു 5-6 ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടാക്കണുണ്ട് കേട്ടോ. ഇനി അതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു ബൗളിൽ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം, ഒരു വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതായത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, നമ്മളുടെ ഗരം മസാല, സാധാ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ഭയങ്കര പുളിയല്ല, അത്യാവശ്യം നേരിയ പുളിയായിട്ടുള്ള ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ചിക്കനിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് 1 മണിക്കൂർ അതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. ഇപ്പം ഇവിടെ നമ്മൾ 1 മണിക്കൂറായി കേട്ടോ, വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് അതൊന്ന് വേഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അതിൽ നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് അതിൽ നിന്ന്. ഇനി അതിലേക്ക് ഒരു 4 മീഡിയം സൈസ് സവോളയാണ് നന്നായിട്ട് ബ്രൗൺ കളറിൽ വറുത്തെടുത്തിട്ട് അത് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ടായി. അതുപോലെ ഒരു 2 ടൊമാറ്റോയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ നന്നായിട്ട് അതൊന്ന് ഇളക്കി അതിൻ്റെ പേസ്റ്റെല്ലാം, നമ്മുടെ ഉള്ളിയുടെ പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് അതിലേക്ക് ചേർത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ അതൊന്ന് വേഗം വെക്കണം കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ. ഇപ്പോൾ ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളം അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ചിക്കനിലെയും ആ തൈരിലെയും വെള്ളമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നിങ്ങൾക്ക് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ അധികം വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അത്യാവശ്യം ഇപ്പോൾ നമുക്ക് റൊട്ടിയുടെയും ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് നോക്കണുണ്ട്. ആദ്യം കുറച്ച് ഇട്ടത് കുറച്ച് കുറഞ്ഞ് പോയിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ഇഞ്ചി കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നല്ല നേരിയതായിട്ട് അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് 1 പിടി കൊത്തമല്ലി ഇലയും കൂടി അരിഞ്ഞ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി മൂടിയിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്നുകൂടെ നന്നായിട്ട് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ അത്യാവശ്യം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിരിക്കും തോറും തിക്കാവോട്ടോ, നല്ലതായിട്ട് നമ്മൾ ആ മസാലയ്ക്ക് ഇട്ടേക്കണോണ്ട് അത് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തിക്കായിട്ട് വന്നോളും. ഇനി അതിനൊരു സ്മോക്ക് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ചെറിയ ബൗൾ വെച്ച് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു വാട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ഇത് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു കരിയുടെ കഷ്ണം നന്നായിട്ട് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മൂടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മോക്കൊക്കെ നന്നായിട്ട് അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ അത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. കമൻറ്റിലൂടെ പറയണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.